യെശയ്യാ 45 അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്നു നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരവും ഞാൻ നിനക്ക് തരും. എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിൻ്റെ പൃഥുനാമത്തിലും വിളിക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിൻ്റെ അരമുറുക്കും. കിഴക്ക് പടിഞ്ഞാറും ഉള്ള എല്ലാവരും ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് അറിയുന്നതിന് വേണ്ടി തന്നെ ഞാൻ പ്രകാശമുണ്ടാക്കി. ഞാൻ അന്ധകാരം സൃഷ്ടിച്ചു, ഞാൻ സുഖദുഃഖങ്ങൾ നൽകുന്നു. ഇതെല്ലാം ചെയ്ത കർത്താവ് ഞാൻ തന്നെ. സ്വർഗ്ഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക, ആകാശം നീതി ചൊരിയട്ടെ, ഭൂമി തുറന്ന രക്ഷ മുളയ്ക്കട്ടെ. അങ്ങനെ നീതി സംജാതമാകട്ടെ. ദൈവമായ ഞാനാണ് ഇത് സൃഷ്ടിച്ചത്. നിൻ്റെ നിയോഗങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, ആപലാദികൾ, നിയോഗങ്ങൾ എന്തു തന്നെയായാലും നീ ആഗ്രഹിക്കുന്നതിന് മുമ്പ്, നീ ചോദിക്കുന്നതിന് മുമ്പ് നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് മുൻപേ പോയി നിൻ്റെ കാര്യത്തിൽ ഇടപെടുമെന്ന് വചനത്തിലൂടെ ഈശോ വെളിപ്പെടുത്തുന്നു. നിയോഗങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാത്ത മനുഷ്യരാരും ഈ ഭൂമിയിലില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ രോഗമല്ലെങ്കിൽ സാമ്പത്തികമല്ലെങ്കിൽ രോഗം, മക്കളുടെ വിദ്യാഭ്യാസം, ദൈവത്തെ ഓർക്കുവാനും അറിയുവാനും ദൈവം ഒരു മനുഷ്യനിൽ എന്തെങ്കിലും ഒരു ദുഃഖം, അല്ലെങ്കിൽ ദൈവത്തെ അറിയുവാൻ, ദൈവസ്നേഹം മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ ശക്തി, അത്ഭുതം, സ്നേഹം അനുഭവിച്ചറിയുവാൻ ഏതൊരു മനുഷ്യനും എന്തെങ്കിലും ഒരു കുറവുകൾ ദൈവം തരും. ആ കുറവുകളെ മനസ്സിലാക്കി അത് ആരോടാണ് ചോദിക്കേണ്ടതെന്ന് നാം മനസ്സിലാക്കി ദൈവത്തോട് ചോദിക്കുന്നതിന് മുമ്പേ ദൈവം നമുക്ക് മുമ്പേ പോയി ആ തടസ്സങ്ങൾ നിരപ്പാക്കി, എത്ര കഠിനമായ വാതിലുകളാണെങ്കിലും തകർത്ത്, ഇരുമ്പോടാമ്പലുകൾ ഇരുമ്പിനെയോ തകർത്ത്, നിന്നെ പേര് ചൊല്ലി വിളിച്ച് നിൻ്റെ വഴികളൊരുക്കുന്ന കർത്താവ്, സ്നേഹപിതാവായ ദൈവമേ, വിളിക്കാതെ തന്നെ, അപേക്ഷിക്കാതെ തന്നെ, ചോദിക്കാതെ തന്നെ ഞങ്ങളെ അറിയുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് മുമ്പേ പോയി ഞങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും സമർപ്പിക്കുന്ന പിതാവായ ദൈവത്തിൽ നിന്ന് ചോദിച്ചു മേടിച്ച് തരുന്ന സ്വർഗീയ അപ്പച്ച, അങ്ങല്ലാതെ മറ്റാർക്കും ഞങ്ങളെ രക്ഷിക്കാനാവില്ല. ഞങ്ങളെ അനുഗ്രഹിക്കണമേ.